8, 11, 14, 17, 20 എന്ന സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക എത്രയെന്നാണ് ചോദ്യം. പല രീതിയുണ്ട്. ഒരു രീതി പറയുന്നതേ ഉള്ളൂ. തുക കാണാനുള്ള ഫോർമുല നമുക്ക് പരിചയം ഉണ്ടാവണം. അപ്പോൾ ഫോർമുല എന്ന് പറയുന്നത് n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d എന്നാണ്. ഇതിൽ ഓരോ ആളുകൾ എന്താണെന്നുള്ളത് പരിചയപ്പെടുത്തി തരാം. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പദങ്ങളുടെ തുകയാണോ കാണേണ്ടത് ആ പദങ്ങളുടെ എണ്ണമാണ്. അപ്പോൾ ഇവിടെ 20 ആണ്. a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ പദം, സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ഈ ആദ്യ പദമായിട്ടുള്ള 8നെയാണ് a എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. d എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവ്യത്യാസമാണ്. പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു പദത്തിൽ നിന്ന് തൊട്ട് പുറകിലുള്ള പദം കുറയ്ക്കുക. അപ്പോൾ ഇവിടുന്ന് 11 ആണെങ്കിൽ 11ന് തൊട്ട് പുറകിലുള്ള പദം 8 ആണ്. അപ്പോൾ 11 - 8. അതല്ലെങ്കിൽ തുടർച്ചയായിട്ട് ആ കൂട്ടി പോകുന്ന സംഖ്യ ഏതാണെന്നുള്ളത് പൊതുവ്യത്യാസം. ഇവിടെ 3 എന്നായിരിക്കും നമുക്ക് ഉത്തരം കിട്ടുക. ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതൊന്നും വേണ്ട, ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇനി അങ്ങനെയാണെങ്കിൽ തുക നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കിയാലോ. തുക കണ്ടുപിടിക്കാൻ ഞാൻ തൽക്കാലം എസ് എഴുതുന്നുണ്ട്. സം n/2 എന്നാണ് പറയുന്നത്. n എന്ന് പറഞ്ഞാൽ 20 ആണ്. അപ്പോൾ n-ൻ്റെ പകുതിയാണ് നമുക്ക് n/2 എന്ന് ഉദ്ദേശിക്കുന്നത്. 20ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 10 ആണ്. ഗുണിക്കണം 2a എന്നാണ് ഇവിടെ പറയുന്നത്. a എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പോൾ 2a എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം 8 അല്ലേ. 8 ഗുണം 2 എന്ന് പറഞ്ഞാൽ 16 ആണ്. പ്ലസ് n-1 എന്ന് പറയുന്നുണ്ട്. n 20 ആണ്. 20 നിന്ന് 1 കുറയ്ക്കാനാണ് പറയുന്നത്. 20 നിന്ന് 1 കുറച്ച് എത്ര കിട്ടും? 19. അപ്പോൾ 19 ഗുണം d. d എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചു, പൊതുവ്യത്യാസമാണ്, അത് 3 ആണ്. ഈ സാധനം ഒന്ന് ചെയ്ത് നോക്കിയാൽ നമ്മൾ ആൻസറായി. അപ്പോൾ 10 ഗുണിക്കണം, ഈ ബ്രാക്കറ്റ് ഒന്ന് നമുക്ക് ചെയ്ത് നോക്കാം. 19 ഗുണം 3 എന്ന് പറയുന്നുണ്ട്. 19നെ 3 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 57 ആണ്. ആ 57നോട് ഇവിടെ ഒരു 16 കൂട്ടാൻ പറയുന്നുണ്ട്. 57ഉം 16ഉം നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 73 ആയിരിക്കും കിട്ടുക. 73. അപ്പം 10 ഗുണം 73 ആണ് ആൻസർ. അത് എത്രയായിരിക്കും? 730 ആണ്. ഓപ്ഷനിലേക്ക് നോക്കുമ്പം നമ്മുടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ചോദ്യം നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. സമാന്തര ശ്രേണി ഇവിടെ തന്നിട്ടുണ്ട്. ആദ്യത്തെ 12 പദങ്ങളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഈ ഇക്വേഷൻ തന്നെ ഉപയോഗിക്കാം. n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d. ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം.